ഹലോ ഗൈസ്, ഇത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ റൂട്ടിൽ ചട്ടിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ നാക്കാൽ ചന്ത സ്ഥിതി ചെയ്യുന്നത്. ഇത് ശനിയാഴ്ച വൈകുന്നേരങ്ങൾ പൈക്കളും പോത്തൊക്കെ വരലുണ്ട് ചിലത്. പിന്നെ ഞായറാഴ്ചയാണ് യഥാർത്ഥ ചന്ത. അന്നിവിടെ പശുവുണ്ട്, കാളുണ്ട്, മൂരിയുണ്ട്, പോത്തുണ്ട്, ആടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ പൈക്കുട്ടികൾ, മൂരിക്കുട്ടന്മാർ, പോത്തുംകുട്ടികൾ, ആടുംകുട്ടികൾ ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെന്നിട്ട് അവരൊരു വില പറയും. ആ വിലയിൽ നമ്മൾ ഉറപ്പിച്ച് പോരാൻ പാടില്ല. നമ്മൾ ചെന്ന് നമ്മൾ നല്ല വില പേശണം. ചിലപ്പോൾ അവർ അതിന് പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളോട് പോരുക. പിന്നെ അവർ വിളിച്ച് നമ്മൾ ആ വിലക്കൊക്കെ അവർ തരുന്നുണ്ടല്ലേ. നല്ല പൈക്കുട്ടികളും മൂരിക്കുട്ടന്മാരുണ്ട്. അപ്പോൾ അവരങ്ങനെ നമ്മൾ വില പേശാൻ കുറേ നോക്കും. നമ്മൾ ആ വിലയ്ക്ക് തരാൻ നോക്കും. അതിന് നിൽക്കരുത്. നല്ല വില പേശിയിട്ട് വേണം എടുക്കാൻ. നല്ല അറിയുന്ന ആൾക്കാരെ കിട്ടി പോയിട്ട് നല്ല നോക്കിയിട്ട് എടുക്കണം. ഇതിൽ ചേടായതുണ്ട്, നല്ലത് ഉണ്ട്, നല്ല കണ്ട നല്ല. നിങ്ങൾ കൊണ്ടുപോയി പുണ്ണാക്കും തവിടൊക്കെ കൊടുത്ത് നോക്കി ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ 7-8 ആവും. നിങ്ങളെ ഭാഗ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു 22 റുപ്യൊക്കെ കൊടുക്കും. അതിനുണ്ടാ ഇറച്ചിൻ്റെ കായ്ക്കപ്പോൾ നമ്മളിത് കൊടുക്കുന്നുണ്ട്. പഞ്ചിൻ്റെ കായ്ക്കല്ല, ഇറച്ചിക്ക് എത്ര ഒരു 22,000 നമ്മളെ കൈക്ക് കിട്ടാൻ കൊടുക്കില്ല. ഈ കൊണ്ടുകൊണ്ടുവന്ന് എത്തി നോക്കി ഉണ്ടാക്കുമ്പോൾ കിട്ടണ്ടേ? നമുക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ മേലേക്കുണ്ടാ എത്ര ലാസ്റ്റ് തരാം പറഞ്ഞോളി. കേട്ടോട്ടെ, ആൾക്കാർ കേട്ടോട്ടെ. നിങ്ങൾക്കും കിട്ടണേ. 23 റുപ്യ കിട്ടിയുണ്ട്. എത്ര നിങ്ങളൊന്ന് പറഞ്ഞാൽ പൊന്നാനെ കുട്ടി ഒരു ആടുകുട്ടിനെ കിട്ടും. ഇതിന്റെ ഇറച്ചി എത്ര ഉണ്ടാവും നോക്കി ഒരു കച്ചവടം അവർ തമ്മിൽ വില പേശിയാണ്. മൂപ്പരൊരു വില പറഞ്ഞു, അതുപോലെ തന്നെ കാക്കര വില പറഞ്ഞു. ലാസ്റ്റ് പിന്നെ രണ്ടാളും 2 വിലൻ്റെ നടുക്ക് വെച്ചിട്ട് ഇവരിപ്പോൾ അത് കച്ചവടമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾ വന്നു. അപ്പോൾ അതിലുള്ള ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ സംഭവം കച്ചവടമായിട്ടുണ്ട്. അപ്പോൾ അവർ വാങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ വില പേശിയിട്ട് പോകണം. ആദ്യം അയാൾ ഒഴിവാക്കി, എനിക്ക് വേണ്ട, വിലക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞ വില പറഞ്ഞു. അപ്പോൾ അതിൽ മറ്റാൾക്ക് ഒട്ടില്ല. അങ്ങനെ രണ്ടാമതൊക്കെ പറഞ്ഞ് അതിന് സെൻറ്ററിലൊരു വില ഇട്ട് അങ്ങനെ അതിന് കച്ചവടമായി. എങ്കിൽ അതുപോലെ തന്നെ നല്ല നല്ല മൂരികൾ, കാള ഒക്കെ ഉണ്ട്. നല്ല ഇപ്രാവശ്യം നല്ല നല്ല ഇത് കാളകൾ വന്നിട്ടുണ്ട്. നല്ല നല്ല സൂപ്പറായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ ആൾക്ക് ഇത് പരിപാടിക്കൊക്കെ പറ്റിയതുണ്ട്, വലിയ പരിപാടിക്ക് പറ്റിയതുണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാർക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയതും എല്ലാം ഉണ്ട്. എന്താ നല്ല നല്ല സൂപ്പർ കാളയാണ്. അങ്ങനെ പോയപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. എന്തായാലും ഞാൻ കുറേ നേരം അവിടെ നിന്നു. അവരുടെ കച്ചവടമൊക്കെ തന്നെ കാണാനും പറ്റി. അവർ വർത്തമാനങ്ങളും ഭയങ്കര രസങ്ങളായതുണ്ടാവും. ഇതൊരു നല്ല രസമുള്ളൊരു മൂരിയാണ്. മൂരിനെയാണ് സംഭവം. അപ്പോൾ അത് കണ്ടപ്പോൾ അത് എടുത്തു. കണ്ട ഇന്ത്യങ്ങാട്ടും ആയിട്ടുണ്ട് സാധനം. ഞാൻ കുറേ വിട്ടാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയതാണ്. പക്ഷേ നിങ്ങളുടെ നല്ല ഹൈറ്റുള്ള സാധനമാണ്. നല്ല ഭംഗി കാണാൻ, രസമുണ്ട് കാണാൻ. അത് കുറേ ഉണ്ട് കേട്ടോ. വെള്ളയും വെള്ളമൊക്കെ ഉണ്ട്, കളറായിട്ടുള്ള. അതൊരു വേറെ കളർ, പ്രത്യേക കളറാണ്. അപ്പോൾ അതാണ് അത് മാത്രം എടുത്ത് നോക്കിയത്. ഇത് പറ്റത്ത് കണ്ടോ, ഒരു നല്ല രസമുള്ള ഒരു കാളയാണ് സംശയം, മൂരിയാണ് സംശയമുണ്ട്. അതിൻ്റെ അത്ര വലിയ ഹൈറ്റില്ല. അതുപോലെ കൊമ്പ് കണ്ടോ നിൽക്കുന്നത്. ഇത് അവർ കെട്ടി വെച്ചതാണ്. ഇതിനെ എന്താണ് വിലയ്ക്ക് വാങ്ങിയിട്ട് അവിടെ കെട്ടി നിർത്തുന്നതാണ്. പിന്നീട് വേറെ നോക്കാൻ പോയത് തോന്നുന്നു. അതുപോലത്തെ വലിയ വലിയ കളകളും മൂരിയൊക്കെ ഉണ്ട് ഇവിടെ. പോത്തുണ്ട്. എന്തായാലും നല്ല ഇപ്രാവശ്യം നല്ലത് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വന്ന് സംസാരിച്ച് അതിൻ്റെ വിലയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തോടെ വാങ്ങാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കനോടൊന്ന് അമർത്തുക. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ആരും ഷെയർ ചെയ്യണമെന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യണില്ല, ലൈക്കൊന്നും അടിക്കണില്ല. ഇതിനോട് നല്ല കണ്ടൻറ്റ് വരാം.
അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കില്ലായിരുന്നു. എനിക്കിതിനെക്കുറിച്ച് വല്ലാതെ അറിയുന്നില്ല. അപ്പം ഞാൻ ഉള്ളതുപോലെ അങ്ങനെ പറഞ്ഞു തരാമെന്ന് കേട്ടോ. ഇതിപ്പോൾ കാണുന്നവർക്കൊക്കെ അറിയാലോ, ഇതിനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാരാവുമല്ലോ. എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളൂ. എന്താ വെച്ചാൽ നല്ല ഇതുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാർ വാങ്ങുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. കാരണം അവർ പറഞ്ഞ വിലയെന്നൊക്കെ കുറേ താഴ്ത്തിയിട്ടാണ് അവർ എടുക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ നേരം ടൈം കളഞ്ഞിട്ടാവും. വെച്ചാൽ നമ്മൾ ചെന്ന പാടെ തന്നെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും അവർ ആ വിലക്ക് തരില്ല. അവരെല്ലാം കയറ്റിയാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞ ആളാകുമ്പോൾ അതിൻ്റെ ഒരു വില അവർ പറയും. അപ്പോൾ ആ വിലയ്ക്ക് അവർ തരില്ല എന്ന് പറയും. അങ്ങനെ 2-3 വട്ടം കയറ് മേടിച്ചിട്ട് അവിടെ തന്നെ കൊടുത്തിട്ട് പിന്നെയും പോരും. അങ്ങനെ പിന്നെയും ഇവർ വിളിക്കും, ഞാൻ ഇത്ര ആക്കി തരാമെന്ന് പറയും. അങ്ങനെ ആയിട്ട് അങ്ങനെ ഒരു 2-3-4 പ്രാവശ്യമൊക്കെ ഇവർ വില പേശിയിട്ടൊക്കെയാണ് ഇവർ പറഞ്ഞല്ലെങ്കിലും അതിന് ചെറുതായിട്ട് വ്യത്യസ്തത്തിൽ അവർക്ക് അതിന് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വാങ്ങുന്നത് 2-3 കണ്ടത്. അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ. പിന്നെ കച്ചവടക്കാർ ആൾക്കാരുണ്ട് അവിടെ, ബ്രോക്കർമാരായിട്ട്. അപ്പോൾ അവരെ കൂട്ടി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു കമ്മീഷൻ കൊടുക്കണം. പിന്നെ അവരും ഇവരും ചെറിയ ടൈപ്പ് ഉണ്ടാവാതിരിക്കില്ല എന്നുള്ള ഇതാണ് എനിക്കിൻ്റെ നിഗമനം. എങ്ങനെ നമുക്കറിയില്ല. കാരണം വെച്ചാൽ അവർ അവിടെ സംസാരിക്കാണ്ട് ഒറ്റയടിക്ക് ഇത്ര പൈസ പറഞ്ഞിട്ടാണ്ട് മേടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിക്കൂടെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് തന്നെ നോക്കിയിട്ട് നല്ലതിനെ നോക്കിയിട്ട് എടുക്കുക. പശുക്കളൊക്കെ നല്ല നല്ല പശുക്കളുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വലിയ പാൽ കിട്ടുന്നവരല്ല, ചെറിയ വീട്ടുകാർക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു ആവശ്യങ്ങളൊക്കെ ഉള്ളത് പറ്റും. വലിയ നമുക്കൊരു ബിസിനസ്സായി നടത്താൻ പറ്റിയ അങ്ങനത്തെ ബൈക്കുകളൊന്നും ഇവിടെ കാണില്ല. അത്യാവശ്യമൊക്കെ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനും 2-3 വീടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ആൾക്കൊക്കെ പറ്റിയ പശുക്കളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. നല്ലതൊക്കെ പറ്റ എല്ലാം തോലെ അയക്കും. നല്ല ഭക്ഷണം കൊടുക്കണം. കാരണം ഇവരിപ്പോൾ ഒന്നിക്ക് മാറി ഇങ്ങനെ പോവില്ലേ. തീറ്റയൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും നോക്കിയാൽ ഉഷാറാവും. എന്തായാലും നല്ല നല്ല ഇതുണ്ട്. കാളകളും മൂരിയും നല്ല പോത്തും കുട്ടികളും പൈക്കുട്ടികളും ആടും ഒക്കെ ഉണ്ട്. എല്ലാ നല്ല ഇതുണ്ട്. ഇപ്രാവശ്യം നല്ല വന്നിട്ടുണ്ട്. നല്ല ഇത് വന്നിട്ടുണ്ട്. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ ആയില്ലേ. അപ്പോൾ അത് രണ്ടാമത്തെയാണ്. കുഴപ്പമില്ല. എന്നൊരു അത്യാവശ്യത്തിനുള്ള ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ആടുകളും കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ആട് കുട്ടികൾ പല സൈസിലുള്ള ആടും കുട്ടികളൊക്കെ ഉണ്ട്. നന്ന ചെറുതുണ്ട്, അതിൻ്റെ വലിപ്പമുള്ളുണ്ട്, മുട്ടനാടുകളുണ്ട്, കറവുള്ള ആടുകളുണ്ട്, നല്ല വലിപ്പമുള്ള ബീറ്റിൽ, അതുപോലെ തന്നെ മറ്റേ നാടനാട്, അങ്ങനത്തെയൊക്കെയുള്ള ആടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോത്തുകൾ ഉണ്ട്, വലുതും ചെറുതും.
15 പിറന്നാളിൻ തിളക്കം, പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം. അലഞ്ഞൊറിഞ്ഞൊടുക്കുന്ന മനസ്സേ, എൻ്റെ മിഴിക്കുള്ളിൽ നിനക്കെന്തൊരിളക്കം. അഴകിനൊരാമുഖമായ ഭാവം, അതിലാരുമലിയുന്നൊരിന്ദ്രജാലം. അഴകിനൊരാമുഖമായ ഭാവം, അതിലാരുമലിയുന്നൊരിന്ദ്രജാലം. പാലൊത്ത ചേലൊത്ത വാടയണിഞ്ഞത് കുളിരിനോ കൂട്ടിനോ.